ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മള് ഡയഗണലൈസേഷൻ ആണ് ഇന്നലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഡയഗണലൈസേഷൻ നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഇനി ഞാനിവിടെ ഒന്ന് രണ്ട് നോട്ടായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞു വന്നപ്പോൾ പറയാൻ വിട്ടുപോയത്, അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. എല്ലാ സ്ക്വയർ മെട്രിക്സും ഡയഗണലൈസബിൾ ആവണമെന്നില്ല. എപ്പോഴായിരിക്കും ഡയഗണലൈസബിൾ ആവില്ല എന്ന് പറയുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. എപ്പോഴാണ് ഡയഗണലൈസബിൾ ആവില്ല എന്ന് നമ്മൾ കൺക്ലൂഷൻ എടുക്കണേ? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് എയ്ഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റില്ല എങ്കിൽ, അതായത് ഇപ്പൊ 2x2 മെട്രിക്സ് ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് 2 എയ്ഗൻ വെക്ടർ കിട്ടണം. അത് എയ്ഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടും. എയ്ഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് അല്ല എങ്കിൽ അങ്ങനെ കിട്ടണമെന്നില്ല. അത് കാണിക്കാനായിട്ടൊരു എക്സാമ്പിൾ ആണ് ഞാനിവിടെ ആദ്യം എഴുതിയിരിക്കുന്നത്. a = 4 3 - 1 7. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ച് എയ്ഗൻ വാല്യൂസ് എഴുതുമ്പോൾ ലാംഡയുടെ വാല്യൂ 5 5 എന്ന് വരും. ഓക്കെ, 4 3 - 1 7 എന്നുള്ള മെട്രിക്സ് ആണ്. അപ്പൊ അതിന്റെ സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. എയ്ഗൻ വെക്ടർ ലാംഡ = 5 കണ്ടുപിടിക്കാനായിട്ട് ഞാൻ അതിന്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേ -2 4 - 1 2 × k1 k2 = 0 0 എന്നുള്ള ഇക്വേഷനാണ് വരണേ. അപ്പൊ മെട്രിക്സ് എടുത്ത് ട്രാൻസ്ഫോം ചെയ്ത് ഇങ്ങനെ കിട്ടി. അപ്പൊ ഇവിടെ എന്താ പറയുക, റാങ്ക് 1 ആണ് എന്ന് പറയുമ്പോൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ഒരു വേരിയബിളിന് നമുക്ക് ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ആ വേരിയബിൾ നമ്മൾ ആ ഇക്വേഷനെ ഇങ്ങനെ നമ്മൾ എഴുതുന്നു. k1 - 2 k2 = 0 എന്ന് ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. k2ന് വാല്യൂ 1 എന്ന് എടുത്തു കഴിഞ്ഞാൽ k1ന്റെ വാല്യൂ 2 വരും. എന്ന് പറഞ്ഞാൽ നമുക്ക് 1 2 എന്നുള്ളൊരു സൊല്യൂഷൻ കിട്ടും. വേറെ ഏതെങ്കിലും ചോയ്സ് ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞത് സ്പീഡിൽ പറഞ്ഞെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്നുള്ള വിശ്വാസത്തിലാണ് പറഞ്ഞത്. അതായത് നമ്മൾ ആ സിസ്റ്റത്തിനെ റിവൈസ് ചെയ്ത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇതായിരിക്കും നമ്മളുടെ റിവൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം വരിക. ഓക്കെ, ഈ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് k1 - 2 k2 = 0 ഈ ഒരു ഒറ്റ ഇക്വേഷൻ വരുള്ളൂ. അല്ലെങ്കിൽ k1 = 2 k2. ഇവിടെ നിന്ന് ഈ ഒരു സൊല്യൂഷൻ അല്ലാണ്ട് വേറെ ഏത് സൊല്യൂഷനാണ് പോസിബിൾ ആവുക? വേറെ ഏതെങ്കിലും സൊല്യൂഷൻ കിട്ടുമോ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. കിട്ടുമോ? ഇല്ല, നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ ഒരു സൊല്യൂഷൻ മാത്രമേ കിട്ടുള്ളൂ. വേറെ സൊല്യൂഷൻസ് ഒന്നും കിട്ടില്ല. ഓക്കെ, സോ അങ്ങനെ ഉള്ളത് കൊണ്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ മാത്രം, അതായത് ഇതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് പോസിബിൾ ആണ്, അതല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ ഡയഗണലൈസ് ചെയ്യുന്ന മെട്രിക്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റില്ല. നമുക്കൊരു 2x2 മെട്രിക്സ് ആണ് ഇവിടെ കിട്ടേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു മെട്രിക്സ് ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതെന്തല്ല, ഡയഗണലൈസബിൾ അല്ല. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയഗണലൈസബിൾ ആണോ എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ഇത് ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം എന്ന് മനസ്സിലാക്കാനായിട്ട് എന്റെ എക്സാമ്പിൾ എഴുതിയത്. ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി. അടുത്ത ഇതിലേക്ക് പൊക്കോട്ടെ. അടുത്തത് നമ്മൾ പറയുന്നത്, ഇപ്പൊ ഇന്നലെ നമ്മൾ ചെയ്ത ക്വസ്റ്റിന്റെ അകത്ത് പറഞ്ഞു എയ്ഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആണെങ്കിൽ ഡയഗണലൈസബിൾ ആണ്. ഇന്നിപ്പോ നമ്മൾ ആദ്യമേ പറഞ്ഞ എക്സാമ്പിളിന്റെ അകത്ത് എയ്ഗൻ വാല്യൂസ് റിപ്പീറ്റ് ചെയ്ത് വന്നപ്പോൾ ഡയഗണലൈസബിൾ ആയില്ല. പക്ഷെ ഈ പറയുന്ന ഒരു എക്സാമ്പിൾ നോക്കുക, ഇതിന്റെ അകത്ത് എയ്ഗൻ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഡയഗണലൈസബിൾ എന്ന് നമുക്ക് കിട്ടും. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നേക്കാണ്. ഇതൊരു എന്താ പറയാ, സിമെട്രിക് മെട്രിക്സ് ആണ്. എനിവേ നമ്മൾ ആ പ്രോപ്പർട്ടി ഒന്നും ഇവിടെ ഇപ്പൊ നമ്മൾ എടുക്കുന്നില്ല. ഇവിടെ ഇതിന്റെ എയ്ഗൻ വാല്യൂസ് നോക്കുക. എയ്ഗൻ വാല്യൂസ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ -1 1 1 എന്നുള്ളതാണ് എയ്ഗൻ വാല്യൂ വരുന്നത്. അതിന്റെ സ്റ്റെപ്പ് ഒന്നും ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അത് സിമ്പിൾ ആയിട്ട് കിട്ടുന്നതേ ഉള്ളൂ. ഓക്കെ, -1 1 1 എന്നുള്ളത് എയ്ഗൻ വാല്യൂസ് ആയിട്ട് കിട്ടും. അപ്പോ എയ്ഗൻ വാല്യൂസ് കണ്ടുപിടിച്ചു. എയ്ഗൻ വെക്ടർ ഞാൻ അതുപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതും സ്റ്റെപ്സ് ഒന്നും എഴുതിയിട്ടില്ല. ലാംഡ = -1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എയ്ഗൻ വെക്ടർ കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്ന ഇതാണ് 1 1 -1 0 എന്നുള്ളതാണ് വരുന്നത്. അതുപോലെ
eigenvector corresponding to lambda equal to corresponding ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ രണ്ട് eigen vector വരുന്നുണ്ട്. ഏതൊക്കെയാണ്? 1 1 0യും കിട്ടുന്നുണ്ട്, 0 0 1. ഇങ്ങനെ നമുക്ക് രണ്ടെണ്ണം കിട്ടുന്നുണ്ട്. അപ്പോ ഇതുപോലെയുള്ള കേസ് നമ്മൾ നേരത്തെ എന്തായിരുന്നു ഈ ഒരു മെട്രിക്സ്, ഇതിപ്പോഴും ഞാൻ അന്ന് നിങ്ങൾ 1 9 1 1 1 9 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മെട്രിക്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ eigen വാല്യൂസ് റിപ്പീറ്റ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ eigen വെക്ടർ കണ്ടുപിടിച്ച മെത്തേഡ് നമ്മൾ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഞാൻ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള eigen വാല്യൂസ് 3 എണ്ണം ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഡയഗണലൈസ് ചെയ്യുന്ന മെട്രിക്സ് പി ഇവിടെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇതാണ് പി എന്നുള്ള മെട്രിക്സ്. പി ഈക്വൽ ടു ദിസ് മെട്രിക്സ് കിട്ടുന്നു. ഇങ്ങനെ മെട്രിക്സ് കിട്ടുന്നുണ്ടെങ്കിൽ ഡയഗണലൈസബിൾ ആയിരിക്കും. ഇതാണ് പി എന്നുള്ള മെട്രിക്സ്. ഇതാണെങ്കിൽ നമ്മൾ eigen വെക്ടേഴ്സ് എടുത്തേക്കുന്നത് നോക്കുക. eigen വാല്യൂ ലാംഡ ഈക്വൽ ടു -1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen വാല്യൂ ആണ് ഞാൻ ഫസ്റ്റ് കോളമായിട്ട് എഴുതിയിരിക്കുന്നത്. പിന്നെ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen വെക്ടേഴ്സ് ആണ് ഇതായിരിക്കും. അതായത് ഇപ്പൊ ഈ പറഞ്ഞ എക്സാമ്പിളിന്റെ പ്രത്യേകത എന്താ? ആദ്യത്തെ എക്സാമ്പിളിന്റെ അകത്ത് eigen വാല്യൂ റിപ്പീറ്റ് ചെയ്ത് വന്ന കേസിലും നമുക്ക് എന്തായിട്ട് തന്നെ കിട്ടി? eigen വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഡയഗണലൈസബിൾ എന്ന് കിട്ടി. അപ്പൊ നമുക്ക് eigen വാല്യൂ റിപ്പീറ്റ് ചെയ്താൽ ഡയഗണലൈസബിൾ അല്ല എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റുമോ? ഇല്ല സർ, പറ്റില്ല. ഈ പറഞ്ഞ രണ്ട് എക്സാമ്പിളും ക്ലിയർ ആണല്ലോ? വോയിസ് കട്ടാവുന്നുണ്ട് ഇവിടെ. അത് ഞാൻ വീട്ടിലിരുന്നാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതായത് കോളേജിൽ നിന്ന് ഇരുന്ന് ചെയ്യുമ്പോൾ നെറ്റിന് പ്രശ്നം. ഇതിപ്പോ ഇവിടെ നെറ്റിന് ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് കിട്ടാതെ വന്നാൽ നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് എപ്പോഴാണ് ഓർത്തോഗണലി ഡയഗണലൈസബിൾ എന്ന് പറയുന്നത്? ഒരു മെട്രിക്സിനെ ഓർത്തോഗണലി ഡയഗണലൈസബിൾ എന്ന് പറയുന്നത് എപ്പോഴാണ് എന്നാണ് ഡെഫിനേഷൻ പറഞ്ഞേക്കുന്നത്. അതായത് ഓർത്തോഗണൽ മെട്രിക്സ് ഉപയോഗിച്ച് ഡയഗണലൈസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മളിപ്പോ ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്ന മെട്രിക്സ് പി ഉണ്ടല്ലോ, അതൊരു ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ നമുക്കറിയാം പി ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പി ട്രാൻസ്പോസ് ആണ് വരിക. അപ്പോ ഓർത്തോഗണൽ മെട്രിക്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഡയഗണലൈസ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ അങ്ങനെ ഡയഗണലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വി സേ ദാറ്റ് എ ഈസ് ഓർത്തോഗണലി ഡയഗണലൈസബിൾ. ഡെഫിനിഷൻ ക്ലിയർ ആണല്ലോ? ഇഫ് ദ ഡയഗണലൈസിംഗ് മെട്രിക്സ് പി ഈസ് ആൻ ഓർത്തോഗണൽ മെട്രിക്സ് then we say that A is orthogonally diagonalizable. ഒരു റിസൾട്ട് ആയിട്ട് പറയുന്നുണ്ട്, നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അത് ഓർത്തോഗണലി ഡയഗണലൈസബിൾ ആയിരിക്കും. അല്ലെങ്കിൽ ഓർത്തോഗണലി ഡയഗണലൈസബിൾ ആവുന്ന മെട്രിക്സസ് ഒക്കെ സിമെട്രിക് മെട്രിക്സസ് ആയിരിക്കും. സിമെട്രിക് മെട്രിക്സിന് മാത്രമേ ഓർത്തോഗണലി ഡയഗണലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇഫ് ആൻഡ് ഓൺലി ഇഫ് തിയറം ആണ്, നെസസറി ആൻഡ് സഫിഷ്യന്റ് തിയറം ആണ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫോമാറ്റിലേക്ക് തന്നേക്കുന്നതാണ്. ഐഡിയ ക്ലിയർ ആണല്ലോ? ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞോട്ടെ. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്തിട്ടുള്ള നമ്മളുടെ പ്രോബ്ലം ആണ്. ഇതൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഇതിന്റെ eigen വാല്യൂസ് നമ്മളൊന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 11 8 8 എന്നുള്ളതാണ് വരുന്നത്. 11 കറസ്പോണ്ടിങ് ആയിട്ടുള്ള eigen വെക്ടർ 1 1 1 ഉം 8 8 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ചെയ്തപ്പോൾ രണ്ട് eigen വെക്ടർ -1 1 ഉം -1 0 1 ഇങ്ങനെ രണ്ട് eigen വെക്ടർ നമുക്ക് കിട്ടി. ഓക്കെ, സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, eigen വെക്ടർ റിപ്പീറ്റ് ചെയ്യുന്നില്ലായിരുന്നുവെങ്കിൽ, eigen വെക്ടർ ഡിസ്റ്റിങ്ക്ട് ആയിരുന്നു, സിമെട്രിക് മെട്രിക്സ് ആണ്, eigen വെക്ടർ ഡിസ്റ്റിങ്ക്ട് ആയിരുന്നുവെങ്കിൽ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ eigen വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആയിരുന്നുവെങ്കിൽ, അതായത് ഇവിടെ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന eigen വാല്യൂസ് 11 8 8 എന്നുള്ളതാണ്. ഇതിന് പകരം eigen വാല്യൂസ്
വേറെ ഇപ്പൊ ഇത് ഇങ്ങനെ വല്ലതായിരുന്നു വെച്ചു 2 3 4 അല്ലെങ്കിൽ 2 3 -2 ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് ഡിസ്റ്റിങ്ക്ട് ഏഗൻ വാല്യൂസ് ആണ്. ഏഗൻ വാല്യൂസ് ഡിസ്റ്റിങ്ക്ട് ആയിരുന്നുവെങ്കിൽ നമുക്ക് കിട്ടുന്ന ഏഗൻ വെക്ടേഴ്സ് ഓർത്തോഗണൽ ആയിരിക്കും എന്ന് നമ്മൾ ഇന്നലെ തിയറം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഓർമ്മയുണ്ടല്ലോ? ഓക്കെ, അപ്പോ ഇവിടെ ഏഗൻ വാല്യൂസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏഗൻ വെക്ടേഴ്സ് ഓർത്തോഗണൽ ആവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിനെ ഇപ്പൊ ഞാൻ K1 K2 K3 എന്ന് വിളിക്കുകയാണ്, ഇതിനെ ഞാൻ K1 എന്ന് വിളിക്കുകയാണെങ്കിൽ ദിസ് വൺ ഈസ് K1, ദിസ് വൺ ഈസ് K2 ആൻഡ് ഇറ്റ് ഈസ് K3. ഇങ്ങനെ വിളിച്ചാൽ K1 K2നോട് ഓർത്തോഗണലാണ്. K1 ഡോട്ട് K2 0 ആണ്, K1 ഡോട്ട് K3 0 ആണ്. ബട്ട് K2 ഡോട്ട് K3 0 അല്ല. ആണോ നോക്കൂ, അല്ല. K2 ഡോട്ട് K3 0 അല്ല. സോ ഇങ്ങനെ വന്ന് ഇത് 0 അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വെക്ടേഴ്സ് ഓർത്തോഗണൽ വെക്ടേഴ്സ് അല്ല. നമുക്ക് ഓർത്തോഗണലി ഡയഗണലൈസബിൾ ആണ് വേണ്ടത്. അപ്പോ ഇത് ഇങ്ങനെ ഏഗൻ വാല്യൂസ് റിപ്പീറ്റ് ചെയ്താണ് വരുന്നതെങ്കിൽ നമ്മൾ അവിടെ വേറെ സ്റ്റെപ്പ് ചെയ്യേണ്ടി വരും. അപ്പൊ അതാണ് ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഹിയർ ദ വാല്യൂസ് -1 1 0 ആൻഡ് -1 0 1 ആർ eigen vectors corresponding to lambda equal to 8. They are not mutually orthogonal. If the eigenvalues are distinct, the vectors should be orthogonal. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാണ്. ഇനി ഞാൻ എന്റെ താഴെ എഴുതിയിരിക്കുന്നത് ലാംഡ ഈക്വൽ ടു 8ന് കറസ്പോണ്ടിങ് ആയിട്ട് ഏഗൻ വെക്ടർ കണ്ടുപിടിച്ച സ്റ്റെപ്പാണ്. ലാംഡയുടെ വാല്യൂ 8 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെട്രിക്സ് നമുക്കറിയാം ഡയഗണൽ എലമെന്റിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്തിട്ട് വരുന്ന ആ കേസാണ്. അതായത് ഏഗൻ വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ഏതായിരുന്നു A മൈനസ് 8i ഇൻറ്റു K ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്താണ് കണ്ടുപിടിക്കുക. ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് കഴിയുമ്പോൾ വരുന്നതാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് 1 1 1 0 0 0 ഇങ്ങനെ വരും. എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഇക്വേഷൻ എന്ത് മാത്രമായിരിക്കും? K1 പ്ലസ് K2 പ്ലസ് K3 എന്ന് പറഞ്ഞാൽ ഇതേ ഇൻറ്റു K1 K2 K3 ഈക്വൽ ടു 0 എന്ന് എടുക്കുമ്പോഴാണ് നമുക്ക് പറഞ്ഞത് അല്ലെ? അപ്പൊ നമുക്ക് ഇഫക്റ്റീവ്ലി ഏത് ഇക്വേഷൻ മാത്രമേ വരുള്ളൂ? K1 പ്ലസ് K2 പ്ലസ് K3 ഈക്വൽ ടു 0 എന്നുള്ള ഒരു ഇക്വേഷൻ മാത്രമേ വരുള്ളൂ. അപ്പൊ നമുക്ക് ഈ ലാംഡ ഈക്വൽ ടു, അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ലാംഡ ഈക്വൽ ടു 8ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ രണ്ട് വെക്ടേഴ്സ് നമ്മൾ ചൂസ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഇത് രണ്ടും നമ്മൾ ചൂസ് ചെയ്തത് എങ്ങനെയായിരുന്നു? K2വിന് 0 കൊടുത്തു, K3ക്ക് 1 കൊടുത്തു. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കിട്ടും. K2ന് 0 കൊടുത്ത് K3ക്ക് 1 കൊടുത്താൽ K1 ഈക്വൽ ടു -1. അങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിച്ചേക്കുന്നത്, K3 എന്നുള്ള ഈ വെക്ടർ കണ്ടുപിടിച്ചത്. അതുപോലെ K3ക്ക് 0 കൊടുത്തു, K2ന് 1 കൊടുത്തപ്പോഴാണ് ഈ രണ്ടാമത് ഈ മിഡിലുള്ള ഈ വെക്ടർ കണ്ടുപിടിച്ചേക്കുന്നത്. ക്ലിയർ ആണോ? അതിന് പകരം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഓർത്തോഗണൽ മെട്രിക്സ് കണ്ടുപിടിക്കാനായതുകൊണ്ട് ഏതെങ്കിലും രണ്ട് വെക്ടർ എഴുതുന്നതിന് പകരം ഓർത്തോഗണൽ ആയിട്ടുള്ള രീതിയിൽ രണ്ട് വെക്ടേഴ്സ് നമ്മൾ ആർബിട്രറി ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് ചൂസ് ചെയ്യാം. ഞാൻ അതിന്റെ ഒരു ഓപ്ഷൻ, ഒരു ചോയ്സ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇത് ഓർമ്മയിൽ വെച്ചാൽ നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാ, ആർബിട്രറി ആയിട്ട് എടുക്കേണ്ടി വരും. നമുക്ക് ആർബിട്രറി ആയിട്ട് രണ്ട് വേരിയബിൾ ചൂസ് ചെയ്യാന്നുള്ളത് ഞാൻ ചെയ്തേക്കുന്ന K2നും K3ക്കും 1 എന്നുള്ള വാല്യൂ എടുത്തു. ഈ ഇക്വേഷൻ്റെ അത് K2 ഈക്വൽ ടു 1 കൊടുത്തു, K3 ഈക്വൽ ടു 1 കൊടുത്തു. K2നും 1, K3ക്കും 1. അപ്പൊ K1ന്റെ വാല്യൂ എന്ത് വരും? -2 വന്നു. അങ്ങനെ ഈ വെക്ടർ എടുത്തു. ഇതിനോട് ഓർത്തോഗണൽ ആവുന്ന രീതിയിൽ ഒരു വെക്ടറാണ് ഞാൻ അടുത്ത് എഴുതിയിരിക്കുന്നത്. K1 നിങ്ങൾ നോക്കിക്കോ, ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണമെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എടുത്താൽ എന്താ പറഞ്ഞാൽ -2 × 0 0, 1 × 1 1, 1 × -1 -1 എന്ന് പറയുമ്പോൾ ഇതിന്റെ K2 ഡോട്ട് K3 എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? 0 എന്ന് വരും. അപ്പൊ ഇത് ഓർത്തോഗണൽ വെക്ടേഴ്സ് ആയിട്ട് വരും. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഗ്രാം സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ് പ്രകാരം ഓർത്തോഗണൽ ആയിട്ട് ഈ K2നെയും K3നെയും ഓർത്തോഗണൽ മെട്രിക്സ് ആയിട്ട് മാറ്റുക, ഓർത്തോഗണൽ വെക്ടേഴ്സ് ആയിട്ട് മാറ്റുക. ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം. രണ്ടിൽ ഏതെങ്കിലും മെത്തേഡിൽ മ്യൂച്വലി ഓർത്തോഗണൽ ആയിട്ടുള്ള വെക്ടേഴ്സ് ആയിട്ട് ഏഗൻ വെക്ടേഴ്സിനെ ചൂസ് ചെയ്യണം.
എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന കാര്യം ഈ പറയുന്ന വെക്റ്റർ ഉപയോഗിക്കുന്നതിന് പകരം ഇതായിരുന്നു നമ്മൾ ആദ്യമേ എടുത്തത്. ഇത് ഉപയോഗിക്കുന്നതിന് പകരം ഈ 3 വെക്ടർ ഉപയോഗിക്കുന്നതിന് പകരം ഇതിന് പകരം ഏത് ചൂസ് ചെയ്തേക്കുന്നു? K1 അത് തന്നെ എടുത്തു, K2 ഉം K3 ഉം പുതിയതായിട്ട് എടുത്തു. ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഞാനിപ്പോ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി സർ. നമുക്ക് ആദ്യം കിട്ടിയ ആൻസർ നമ്മളിപ്പോ റിജക്ട് ചെയ്തിട്ട് വേറൊരെണ്ണല്ലേ എടുത്ത്? മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞേ. നമ്മളിപ്പോ രണ്ടാമത്തെ ആണല്ലോ ഓർത്തോഗണലായി ആയിരിക്കുന്ന വെക്ടേഴ്സ്, ആദ്യത്തെ ഓർത്തോഗണൽ അല്ല. അതെ അതെ അതെ. അപ്പൊ നമ്മൾ ഈ സൊല്യൂഷൻ ചെയ്യുമ്പോൾ എങ്ങാനും ഏത് ഓർത്തോഗണൽ? ആദ്യത്തെ ഓർത്തോഗണൽ അല്ല. Okay, K1 equal to 1, K1 1 1, K2 equal to -1 1 0, K3 equal to -1 0 1. അത് എടുക്കുമ്പോൾ K2 K3 ഓർത്തോഗണൽ അല്ലായിരുന്നു. അല്ലായിരുന്നു. പക്ഷെ രണ്ടാമത്തെ ഇതില് ഓർത്തോഗണൽ ആണ്. അപ്പോൾ നമ്മൾ എങ്ങാനും സോൾവ് ചെയ്യുമ്പോൾ നേരെ ഓർത്തോഗണൽ ആവുന്ന രീതിയിൽ നമ്മൾ ഈ സെക്കൻഡ് വണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെപ്സ് മെൻഷൻ ചെയ്യണോ? എന്താ പറയാ, കുഴപ്പമില്ല. അല്ല, അത് സ്റ്റെപ്സ് മെൻഷൻ ചെയ്യുന്ന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഗൻ വാല്യൂസ് റിപ്പീറ്റഡ് ആണ് എങ്കിൽ നമ്മൾ കിട്ടുന്നത് ഓർത്തോഗണൽ ആവണമെന്ന് നിർബന്ധമില്ല. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏഗൻ വെക്ടർ കണ്ടുപിടിക്കാനായിട്ട് 2 വേരിയബിളിന് ആർബിട്രറി ആയിട്ടുള്ള വാല്യൂ ചൂസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഒരെണ്ണത്തിന് 0യും മറ്റേതിന് 1ഉം കൊടുത്താൽ മതി എന്നുള്ളത് ഏറ്റവും സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഇവിടെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആയി പോകും. ഇത് എപ്പോഴാണ് ഇങ്ങനെ എടുക്കേണ്ടത്, എപ്പോഴാണ് അങ്ങനെ എടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കും. നമ്മൾ ആദ്യമേ പറഞ്ഞേക്കുന്ന ഈ ആദ്യത്തെ ഒരു സെറ്റ് നമ്മൾ എടുത്തേക്കുന്നത് ജനറൽ ആയിട്ട് നമ്മൾ എല്ലായ്പ്പോഴും ഏഗൻ വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ മതി, എളുപ്പത്തിന് വേണ്ടിയാ. ബട്ട് രണ്ടാമത്തെ കേസിൽ നമുക്ക് ഓർത്തോഗണൽ ആയിട്ടുള്ള വെക്ടർ തന്നെ വേണം എന്നുള്ളത് കൊണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വെക്ടർ ഓർത്തോഗണൽ ആവണമെന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് മാറ്റി ചിന്തിക്കുന്നു. നമ്മുടെ കണ്ടീഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. K1 + K2 + K3 = 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് മാത്രമേ നമ്മൾ ഇത് ചെയ്ത് നോക്കിയപ്പോൾ ഉള്ള കണ്ടീഷൻ വന്നുള്ളൂ. അപ്പൊ അതൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ എന്നാ പിന്നെ വെക്ടർ എടുക്കാമെന്ന് നമ്മളങ്ങ് വെച്ചു. ഓക്കെ, ഇനി അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആവുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ഏതാണ് ഗ്രാം സ്മിത്ത് ഓർത്തോഗണലൈസേഷൻ പ്രോസസ്സ് പ്രകാരം K2 K3 നമുക്ക് ഓർത്തോഗണൽ വെക്ടർ ആയിട്ട് മാറ്റാനായിട്ട് നമ്മൾ മെത്തേഡ് പറഞ്ഞല്ലോ. അത് ഫോളോ ചെയ്താൽ മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ച് വളരെ ഈസിയാണ്. നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന K1 K2 K3 ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണ്. ഇത് ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ഓർത്തോഗണൽ മെട്രിക്സ് ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇതിനെ നോം വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ K1ന്റെ നോം എത്രയാ? √(1² + 1² + 1²) √3 എന്ന് വരും. K2 ആണെങ്കിൽ √6 വരും. K3 ആണെങ്കിൽ √2 വരും. ക്ലിയർ ആണല്ലോ? അത് വെച്ച് അപ്പൊ K1 ഫസ്റ്റ് കോളത്തിനെ ഞാനിവിടെ എഴുതി തെറ്റിപ്പോയി അല്ലെ? ഫസ്റ്റ് കോളത്തിനെ √3 വെച്ച് ഡിവൈഡ് ചെയ്യണം, സെക്കൻഡ് കോളത്തിനെ √6 വെച്ച് ഡിവൈഡ് ചെയ്യണം, തേർഡ് കോളത്തിനെ √2 വെച്ച് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ എഴുതിയേക്കുന്നതിന്റെ അതിൽ തെറ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിനെ √3 വെച്ചാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇത് √2 അല്ല, √3 ആണ് വരേണ്ടത്. ശരി, സോ എന്തായിരിക്കും അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ വരിക? ഓർത്തോഗണൽ മെട്രിക്സിൽ 1/√3 1/√3. ഓക്കെ, -2/√6 1/√6 1/√6 0 1/√2 -1/√2. ഇതാണ് P. ഇനി P ട്രാൻസ്പോസ് AP P' കൺസിഡർ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഡയഗണൽ മെട്രിക്സ് ഏതായിരിക്കും? ആ ഏത് ഓർഡറിലാണോ ഈഗൻ വാല്യൂസ് എടുത്തിരിക്കുന്ന ആ ഓർഡറിലായിരിക്കും കിട്ടുക. അപ്പോ 11 0 0. ഇത് ക്ലിയർ ആണല്ലോ?
ഓർത്തോഗണലി ഡയഗണലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായോ? ആ സർ മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാ ചോദിക്കാന്നൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്തത് ഈ സെഷന്റെ അതിന് വരുന്നത് ക്വാഡ്രാറ്റിക് ഫോം എന്നുള്ളതാണ്. ഇതെന്താന്ന് ഓർമ്മയുണ്ടോ? ഇതൊന്നും ക്ലാസ്സിൽ മര്യാദയ്ക്ക് എടുക്കാൻ സാധിച്ചിട്ടുള്ള സെഷൻസ് അല്ല എന്നുള്ളത് കൊണ്ട് ആണ് ഞാൻ ഇത്രയും അല്പം കൂടി ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞ, അല്ല ഇത്രയും പറയില്ലായിരുന്നു. അപ്പോ നമ്മളിപ്പോ ഈ പറഞ്ഞു നിർത്തിയ ക്വസ്റ്റ്യൻ അത്ര പെട്ടെന്ന് തീരുന്നൊന്നും അല്ല. നിങ്ങൾക്ക് അറിയാം ഈഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പ് എന്തേലും ഉണ്ട്, അത് കഴിഞ്ഞ് ഈഗൻ വെക്ടർ ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്പ് ഒക്കെ എന്തേലും ഉണ്ടെന്നുള്ളത് അറിയാം. ഞാനിപ്പോ കൂടി എഴുതിയേക്കുമ്പോൾ വളരെ കുറച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ ഇത്രയും കൊണ്ടൊന്നും തീരില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇനി അടുത്തത് പറയാൻ പോകുന്ന ക്വാഡ്രാറ്റിക് ഫോം ആണ്. ഈ ഫോമിലുള്ള, അതായത് ax² + bxy + cy², ഈ ഫോമിലുള്ള എക്സ്പ്രഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണേ? ക്വാഡ്രാറ്റിക് ഫോം എന്ന് വിളിക്കുന്നത്. നമുക്ക് ശരിക്കും 2 വേരിയബിൾ ഉള്ള ക്വാഡ്രാറ്റിക് ഫോം. 3 വേരിയബിൾ ആണെങ്കിൽ കുറച്ചും കൂടെ ടൈംസ് വരും. നമുക്ക് സിലബസ് 2 വേരിയബിളിന്റെ പറയുന്നുള്ളൂ. അപ്പൊ ഇത് മാത്രം ഓർത്താൽ മതി. ax² + bxy + cy², ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്വാഡ്രാറ്റിക് ഫോം എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ മെട്രിക്സ് ഫോമില് ഇതിനെ നമ്മൾ എഴുതാനായിട്ട് പോവാണ്. ഈ ക്വാഡ്രാറ്റിക് ഫോമിനെ ax² + bxy + cy², ഇതിനെ മെട്രിക്സ് ഫോമിൽ എഴുതാനായിട്ട് ഞാൻ മെട്രിക്സ് വെക്ടർ x = xy എന്ന് എടുക്കുന്നു. a എന്ന് പറഞ്ഞ മെട്രിക്സ് ഞാൻ ചൂസ് ചെയ്തേക്ക് നോക്കുക. x² കോഎഫിഷ്യന്റ്, xy കോഎഫിഷ്യന്റിന്റെ പകുതി, xy കോഎഫിഷ്യന്റിന്റെ പകുതി ഇവിടെ രണ്ട് സ്പേസിൽ, ഇവിടെ രണ്ടിടത്തും xy കോഎഫിഷ്യന്റ് പകുതി, ഇത് y² കോഎഫിഷ്യന്റ്. ഈ എഴുതിയേക്കുന്ന മെട്രിക്സ് കണ്ടോ? ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ക്വാഡ്രാറ്റിക് ഫോമിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ ഒരെണ്ണം കാണിച്ചു തരാം. ഇപ്പൊ ഒരു ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ ഞാൻ ഇവിടെ എഴുതുകയാണ്. 8xy + y². ഈ പറഞ്ഞ പോലെ ആണെങ്കിൽ ഇതിനെ നമുക്ക് മെട്രിക്സ് ഉപയോഗിച്ച് എങ്ങനെ എഴുതാന്നാ ഞാൻ പറഞ്ഞേ? xy * 2 - 4 - 4 1 * xy, ഇങ്ങനെ എഴുതാമെന്നാണ്. അതായത് x = വെക്ടർ xy, അപ്പൊ x ട്രാൻസ്പോസ് എന്തായിരിക്കും? x' എന്ന് പറയുന്നത് റോ വെക്ടർ ആയിട്ട് വരും. ഓക്കെ, അപ്പോ ഇതിനെ x' ഫോമില് ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷനെ ഇങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇത് മനസ്സിലായല്ലോ? ഒരു ക്വാഡ്രാറ്റിക് ഫോം തന്നു കഴിഞ്ഞാൽ അതിനെ മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് ഈ ഡെഫിനിഷന്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ഇവിടെ x² കോഎഫിഷ്യന്റ് ആണ് ഈ 2, xy കോഎഫിഷ്യന്റ് -8 ആണ്, അപ്പൊ പകുതി -4 ഇവിടെയും -4 ഇവിടെ എഴുതി. y² കോഎഫിഷ്യന്റ് ആണ് 1. ഇതിനെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കോളുക. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ്പ്രഷൻ തന്നെ വരിക. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. ക്വാഡ്രാറ്റിക് ഫോമിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ അടുത്ത് പറഞ്ഞോട്ടെ? മനസ്സിലായി സർ. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ക്വാഡ്രാറ്റിക് ഫോം നമ്മൾ നോക്കിയിട്ട് അതിന്റെ മെട്രിക്സ് റെപ്രസെന്റേഷൻ കൺസിഡർ ചെയ്ത്, അപ്പൊ ഇപ്പൊ നമ്മൾ ഈ മെട്രിക്സ് റെപ്രസെന്റേഷൻ എടുക്കുമ്പോൾ നമ്മൾ എഴുതിയ മെട്രിക്സ് എ, ഞാനിപ്പോ പറഞ്ഞ നമ്മളിപ്പോ എഴുതിയ മെട്രിക്സ് എ എന്ന് പറയുന്നത് നമ്മുടെ 4 1 എന്നുള്ളതായിരുന്നു. ഏത് കേസിലും ജനറൽ ആയിട്ട് ആയിരിക്കും എ എന്ന് പറയുന്നത്, ഓർത്തോണൽ അല്ല, ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. സംശയമില്ലല്ലോ? നമ്മുടെ ഡെഫിനിഷൻ അങ്ങനെയാണ്. അപ്പോ സിമെട്രിക് മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഓർത്തോഗണൽ ഡയഗണലൈസേഷൻ നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഈ മെട്രിക്സിന്റെ ഓർത്തോഗണൽ ഡയഗണലൈസേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഫോം എന്ത് കോണിക്കിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ അതാണ് ഈ ഭാഗത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ, ഇങ്ങനെയാ വരിക. ഐഡന്റിഫൈ ദ കോണിക് സെക്ഷൻ ഹൂസ് ഇക്വേഷൻ ഈസ്, അതായത് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന കർവ് എന്ത് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കിൾ ആണോ, പരാബോളയാണോ, എലിപ്സ് ആണോ, സ്ട്രെയിറ്റ് ലൈൻ ആണോ, ഇത് എന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മളോട്
ക്വസ്റ്റ്യൻ്റെ അത് ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഐഡന്റിഫൈ ദ കോണിക് സെക്ഷൻ ഹൂസ് ഇക്വേഷൻ ഈസ് ഇങ്ങനെ തന്നിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യമേ തന്നെ ഈ തന്നിരിക്കുന്നതിനെ മെട്രിക്സ് ഫോമിൽ എഴുതുക. ഓക്കെ, സോ വി ക്യാൻ എക്സ്പ്രസ് ദ ഇക്വേഷൻ ഇൻ ദ ഫോം. ഇത് എഴുതിയേക്കുന്നതിന്റെ അകത്ത് സംശയമുണ്ടേ പറയണം. എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 2, എക്സ് വൈയുടെ കോയിഫിഷ്യന്റിന്റെ പകുതി എന്ന് പറയുമ്പോൾ 2 ഇവിടെയും വരും, 2 അടുത്ത സ്ഥലത്തും വരും. വൈ സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് -1. സോ ഇത് ഈക്വൽ ടു 1 എന്നായതുകൊണ്ട് ദിസ് ഇസ് ഓഫ് ദ ഫോം എക്സ് ഡാഷ് എ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് എഴുതാൻ പറ്റുക. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. ഈ റെപ്രസെന്റേഷൻ ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ എ വന്നിരിക്കുന്നത് ഞാൻ ഇവിടെ എഴുതി, വേറെ എ ഈക്വൽ ടു 2 2 2 -1. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഈ എയുടെ ഡയഗണലൈസേഷൻ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ഡയഗണലൈസേഷൻ കൺസിഡർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ പ്രോസസ്സാണ് വേണ്ടതെന്ന് നമുക്ക് ആലോചിച്ച് നോക്കാം. എ ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ട് അതിനെ ഓർത്തോഗണലി നമുക്ക് ഡയഗണലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓർത്തോഗണലി ഡയഗണലൈസ് ചെയ്യണമെങ്കിൽ അതിന്റെ ഏഗൻ വാല്യൂസ് ആദ്യം കണ്ടുപിടിക്കുക, ഏഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കുക. ഏഗൻ വാല്യൂസ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് ഏഗൻ വെക്ടർ കണ്ടുപിടിക്കുക. ഏഗൻ വെക്ടർ കിട്ടിയാൽ അതിൽ നിന്ന് ഓർത്തോഗണൽ മെട്രിക്സ് നമുക്ക് ഡയഗണലൈസിങ് ഓർത്തോഗണൽ മെട്രിക്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഞാൻ സ്റ്റെപ്സ് ആണ് പറയുന്നത്. അങ്ങനെ ഡയഗണലൈസിങ് ഓർത്തോഗണൽ മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ എനെ നമുക്ക് ഡയഗണലൈസ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ? ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കുക, ഏഗൻ വെക്ടേഴ്സ് കണ്ടുപിടിക്കുക. തന്നിരിക്കുന്ന മെട്രിക്സ് സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ട് ഏഗൻ വെക്ടേഴ്സ് നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഓർത്തോഗണൽ വെക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. റിപ്പീറ്റഡ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് വേറെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഓർത്തോഗണൽ ആയിട്ടുള്ള മെട്രിക്സ് ഡയഗണലൈസിങ് മെട്രിക്സ് കണ്ടുപിടിച്ച് എനെ ഡയഗണലൈസ് ചെയ്യുക. അപ്പൊ അത്രയും കാര്യം നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് ഡിറ്റർമിനന്റ് a - λ i = 0 എന്നുള്ള ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്തു. ഞാനതിവിടെ ഡയറക്റ്റ് അങ്ങ് എഴുതുകയാണ്. λ = -1ഉം 3യുമാണ് ഏഗൻ വാല്യൂസ് കിട്ടിയിരിക്കുന്നത്. ഇനി λ = -1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടർ ഞാൻ സ്റ്റെപ്പ് ഒന്നും എഴുതിയിട്ടില്ല, ഡയറക്റ്റ് ഇവിടെ കണ്ടുപിടിച്ചേക്കുക. k1 = 1. പറഞ്ഞോളൂ. λ+2 λ -3 എന്നല്ല വന്നത്. അപ്പൊ എങ്ങനെ ലാംഡയുടെ വാല്യൂ -1 ആയത്? ഞാനത് എഴുതിയത് തെറ്റിയതായിരിക്കും. -1 അല്ല -2. നോക്കട്ടെ, ഞാനത് ഓക്കെ. -1 അല്ല -2ഉം 3ഉം ആണേ. ഇതിവിടെ എഴുതി തെറ്റിയതാണ്. എക്സ്പാൻഡ് ചെയ്ത് നോക്കിയുള്ളൂ കേട്ടോ. അത് -2 ആണ് വരിക. ഞാൻ എഴുതി തെറ്റിയതാണ്, വേറെ കുഴപ്പമില്ല. അങ്ങനെ ഏഗൻ വെക്ടർ λ = -2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടർ ആണ് ഈ കിട്ടിയിരിക്കുന്നത്. λ = 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏഗൻ വെക്ടർ ഇതും കിട്ടി. ഓക്കെ, അപ്പൊ ഇത് ഓർത്തോഗണൽ ആയിട്ടുള്ള വെക്ടേഴ്സ് ആയിരിക്കും. കാരണം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ ആയിരിക്കും. കാരണം എ ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. നോം ഓഫ് k1 കണ്ടുപിടിച്ചു √5, നോം ഓഫ് k2 √5 ആണ്. അപ്പൊ നമ്മളുടെ ഡയഗണലൈസിങ് ഓർത്തോഗണൽ മെട്രിക്സ് ഏതായിരിക്കും? ഇത് എഴുതിയതിന്റെ അകത്ത് സംശയമില്ലല്ലോ. ഡയഗണലൈസിങ് ഓർത്തോഗണൽ മെട്രിക്സ് ഇതാണെന്ന് എഴുതിയതിന്റെ അകത്ത് സംശയമുണ്ടോ? ഇല്ല സർ. ക്ലിയർ ആണോ? സ്പീഡ് കൂടി പോകുന്നുണ്ട്, എനിക്കറിയാം, സമയമില്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? P∩ AP എടുത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഡയഗണൽ മെട്രിക്സ് നമ്മുടെ ഏഗൻ വാല്യൂസ് -2 3 ആണ്. അപ്പൊ ഡയഗണൽ മെട്രിക്സ് ഇതായിരിക്കുമല്ലോ. ഓക്കെ, അത് കണ്ടുപിടിക്കാൻ നിൽക്കേണ്ടത്. അതായത് ഇവിടെ ഈ ക്വസ്റ്റിന്റെ അകത്ത് ഏഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. ഇത് സംശയമില്ല, നമുക്ക് അല്ലാണ്ട് നമുക്ക് കിട്ടില്ല. ഏഗൻ വെക്ടേഴ്സും കണ്ടുപിടിക്കണം. ഇത് രണ്ടും നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ടുള്ളതാണ് കേട്ടോ. ഇത് സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കണം, ഇതും സിംപ്ലിഫൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. അങ്ങനെ k1 k2 കിട്ടി കഴിഞ്ഞാൽ നോം ഓഫ് k1 നോം ഓഫ് k2 എഴുതി കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് ഇവിടുന്ന് എഴുതുന്നതാണ്. ഇവിടെ പ്രത്യേകിച്ച് ഇനി ഒരു സിംപ്ലിഫിക്കേഷനും വേണ്ട. ഇത് കിട്ടിയാൽ ഇത് നിങ്ങൾ ഇനി മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ട, ഡയറക്റ്റ് ഇതങ്ങ് എഴുതിയാൽ മതി. പറഞ്ഞു മനസ്സിലായോ? അത് വെരിഫൈ ചെയ്യാൻ നിൽക്കണ്ട. ഓക്കെ,
ഓക്കെ സർ. ഇത് ഡയറക്റ്റ് എഴുതാൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആണല്ലോ. ഇവിടെ എയ്ഗൺ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാണ്ടൊന്നും മാർഗ്ഗമില്ല. ഇതിപ്പോ ഇങ്ങനെ ഇത്രയും ഷോർട്ട് ഫോമിൽ ഒന്നും എഴുതാൻ പറ്റില്ല. ഇത് കുറച്ചും കൂടെ സ്റ്റെപ്പ് വരും. അത് നിങ്ങൾക്ക് അറിയാലോ. അതായത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഇതിനെ റീഅറേഞ്ച് ചെയ്ത് ഈ ഫോം എടുത്ത് ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് ഇത് സിംപ്ലിഫിക്കേഷൻ സ്റ്റെപ്പുകൾ എഴുതണം. അതുപോലെ ഇതിൽ നിന്ന് എന്തൊക്കെ ചെയ്യേണ്ടി വരും? എ മൈനസ് എന്ന് പറഞ്ഞാൽ എ പ്ലസ് 2i into k equal to 0 എന്നുള്ള ഇക്വേഷനും അതുപോലെ അത് സോൾവ് ചെയ്യുമ്പോഴാണ് ഈ k കിട്ടുന്നത്. അതുപോലെ a മൈനസ് 3i into into k ഈക്വൽ ടു 0 അത് സോൾവ് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിച്ചേക്കുന്നത്. അതിന്റെ സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്തേ പറ്റൂ. അങ്ങനെ k1 k2 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ബാക്കി ആൻസർ ഡയറക്റ്റ് എഴുതാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ അകത്ത് കൺഫ്യൂഷൻ ഇല്ല, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. മുന്നോട്ട് പ്രൊസീഡ് ചെയ്തോട്ടെ. ക്ലിയർ ആണ്. ഓക്കെ, അപ്പോ അങ്ങനെ ഡയഗണലൈസ് ചെയ്ത് കഴിഞ്ഞെന്നാൽ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സ് എയ്ക്ക് പകരം ഈ ഡയഗണൽ മെട്രിക്സ് കൊടുക്കാം. പിന്നെ യു വി എന്നുള്ള നമ്മുടെ വേരിയബിളിന് പകരം എക്സ് വൈ ആയിരുന്നു നമ്മുടെ പ്രോബ്ലത്തിന്റെ അകത്ത് ഒറിജിനൽ വേരിയബിൾ എക്സ് വൈ. അതിന് പകരം ഒരു പുതിയ വേരിയബിൾ കൊടുക്കുക. കാരണം നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. അപ്പൊ ചേഞ്ച് നിങ്ങളത് എന്താ പറയാ, അതിന്റെ പ്രൊസീജിയർ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഒക്കെ പ്രകാരമാണ്. നിങ്ങൾ തൽക്കാലം ഇങ്ങനെ ആലോചിച്ചാൽ മതി. നേരത്തെ തന്ന എക്സ് വൈ വേരിയബിളിന് പകരം യു വി വേരിയബിൾ എടുക്കുക. അങ്ങനെ യു വി വേരിയബിൾ എടുത്തിട്ട് എക്സ് ഡാഷ് എ എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോമിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഏതാ? എക്സ് വൈക്ക് പകരം യു വി എടുത്തോളാണ് ഞാൻ പറഞ്ഞത്. എ എന്ന് പറയുന്ന മെട്രിക്സിന് വരെ അതിന്റെ ഡയഗണൽ മെട്രിക്സും എടുക്കാം. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇത് എന്തിന്റെ ഇക്വേഷൻ എന്ന് പറയാമോ? ഇത് എന്തിന്റെ ഇക്വേഷനാ? This is of the form u square by some a square minus v square by u square by minus a square plus v square by b square equal to 1. ഇത് എന്തിന്റെ ഇക്വേഷനാ? ഈ ഫോമിൽ തന്നെ എഴുതാം. ഇത് എന്തിന്റെ ഇക്വേഷനാ? ഹൈപ്പർബോള. അപ്പൊ ഈ തന്നിരിക്കുന്ന കോണിക് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഒരു ഹൈപ്പർബോളനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ. Thus the given quadratic form represents a hyperbola. ഇതിന് പകരം നമുക്ക് ഇതും പോസിറ്റീവ് ആയിട്ട് തന്നെ ആയിരുന്നു കിട്ടിയതെങ്കിലോ, രണ്ട് eigen വാല്യൂസും പോസിറ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാമായിരുന്നു? ഡിസ്റ്റിങ്ക്ട് ആയിട്ടുള്ള പോസിറ്റീവ് വാല്യൂസ് ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എലിപ്സിനെ ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ ആണോ? ഈ ഒരു ഫോമിലേക്ക് വരുവേ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തിനായിരിക്കും റെപ്രസെന്റ് ചെയ്യുക? എലിപ്സിനെ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? കൺഫ്യൂഷൻ ആയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഞാൻ വേഗത്തിൽ പറഞ്ഞതുകൊണ്ട് കൺഫ്യൂഷൻ ആയോ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണോ? അല്ല എന്ന് തോന്നുന്നു. ഞാൻ ഒന്നുകൂടെ പറയണോ? വേറൊരു കാര്യമുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും 1-2 പേര് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നില്ല എങ്കിൽ ഇല്ല എന്ന് തന്നെ പറയണം. അത് റിപ്പീറ്റ് ചെയ്യണോ? അത് റിപ്പീറ്റ് ചെയ്യണോ? ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയൂ. ലാസ്റ്റ് പോർഷൻ എവിടെയാണ്? പറയൂ. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ കൺക്ലൂഷൻ മാത്രം മതിയോ? ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ
ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ടു എക്സ് സ്ക്വയർ പ്ലസ് 4xy മൈനസ് y സ്ക്വയർ ഈക്വൽ ടു 1. ഇത് എന്ത് ക്വാഡ്രാറ്റിക് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ അതിന് എന്ത് ചെയ്തു? ദിസ് ഈസ് ഓഫ് ദ ഫോം എക്സ് ഡാഷ് എ എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു. വേറെ എ ഈക്വൽ ടു 2 2 2 മൈനസ് 1 ഇങ്ങനെ പറഞ്ഞു. ഈ എയുടെ ഏഗൻ വാല്യൂസ് ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് 2 മൈനസ് ലാംഡ 2 2 മൈനസ് 1 മൈനസ് ലാംഡ ഈക്വൽ ടു 0 ഇത് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് കിട്ടി മൈനസ് 2ഉം 3യുമാണ്. അതിൻ്റെ അകത്ത് സംശയം ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം eigen vector corresponding to lambda equal to -2 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമുക്ക് കിട്ടിയത് 1 -2 എന്നാണ്. ഇത് നിങ്ങൾ എഴുതി കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം എന്നാണ് നിങ്ങളോട് പറഞ്ഞത്. അതുപോലെ ലാംഡ ഈക്വൽ ടു 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയത് 2 1 എന്നാണ്. നമുക്ക് തന്നിരുന്ന മെട്രിക്സ് ഒരു സിമെട്രിക് മെട്രിക്സ് ആയതുകൊണ്ട് അതിന്റെ ഏഗൻ വാല്യൂസ് ഓർത്തോഗണൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഓർത്തോഗണലി ഡയഗണലൈസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി അപ്പൊ ഓർത്തോഗണലി ഡയഗണലൈസ് ചെയ്യാനായിട്ട് ഈ വെക്ടർ ഇതിനെ ഞാൻ K1 എന്ന് വിളിക്കുകയാണെങ്കിൽ നോം ഓഫ് K1 എനിക്ക് കിട്ടുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് -2ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ √5 എന്ന് വരും. അതുപോലെ ഇതും ഇതിന്റെ നോമും √5 ആണ് വരുന്നത്. സോ ഓർത്തോഗണലി ഡയഗണലൈസ് ചെയ്യാനായിട്ടുള്ള മെട്രിക്സ് P എന്ന് പറയുന്നത് എനിക്ക് കിട്ടുന്നത് 1/√5 -2/√5 2/√5 1/√5 ആണ്. ഓക്കെ, ഇങ്ങനെ P കിട്ടിക്കഴിഞ്ഞാൽ P ട്രാൻസ്പോസ് അല്ലെങ്കിൽ P ഡാഷ് എ പി ഞാൻ കണ്ടുപിടിച്ചാൽ കിട്ടാൻ പോകുന്നത് -2003 എന്നുള്ള മെട്രിക്സ് ആയിരിക്കും. Thus, the equation x dash a x equal to 1 can be expressed in the form some x എന്നുള്ളതിന് പകരം u dash du equal to 1 അങ്ങനെ എഴുതണമെന്നില്ല. അങ്ങനെ എഴുതിയാൽ പിന്നെ നിങ്ങൾക്ക് അത് ഇതാവും. എക്സ്പ്രസ് ഇൻ ദ ഫോം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ മതി. എക്സ് എന്നുള്ളതിന് പകരം യു വി എന്ന് ചൂസ് ചെയ്തു. യു വി ഇൻടു ഡയഗണലൈസ് ചെയ്തപ്പോൾ കിട്ടിയ മെട്രിക്സ് -2003 ആണ് ഇൻടു യു വി. ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു 1 ആണ്. ഇവരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് -2u square plus 3v square equal to 1 ആണ്. This represents a hyperbola. ഇത്രയാണ് ആ ക്വസ്റ്റിന്റെ ആൻസർ എഴുതേണ്ടത്. മനസ്സിലായോ? ഇതിന്റെ അകത്ത് എന്തെങ്കിലും കാര്യം എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, ഇത്രയും പറഞ്ഞ പോരെ? ഓക്കെ അല്ലേ? അപ്പൊ ഇനി അടുത്ത ഇതിലേക്ക് പൊക്കോട്ടെ, അതോ ഇനി ഇത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതി? ഇപ്പൊ തന്നെ ഓവർലോഡ് ആയോ? എല്യു ഫാക്ടറൈസേഷൻ പറയണോ? നമുക്ക് ഇനി ഈ സെഷനിൽ പറയാനുള്ളത് എല്യു ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്നും എല്യു ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം എന്നുള്ളതുമാണ്. അടുത്ത ദിവസം പറഞ്ഞാൽ മതിയോ അത് ഇന്ന് തന്നെ പറയണോ? നിങ്ങൾ പറയുന്ന അനുസരിച്ച് ചെയ്യാം. മുപ്പത്തിയൊമ്പത് പേരേ ഉള്ളൂ. ധാരാളം ആൾക്കാർ വന്നതൊക്കെ എല്ലാവരും ഒക്കെ വിട്ടുപോയി. പറ്റില്ലാത്തോണ്ടാണോ? എന്താ വേണ്ടേ പറഞ്ഞോളൂ.
നാളെ പറഞ്ഞാൽ മതി. എന്താ വേണ്ടേ? കുഴപ്പമില്ല. എടുത്തോളൂ. ഓക്കെ. എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ക്ലാസ്സിൽ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റാത്ത സെഷനാണ്, എനിക്കറിയാം. ഇതിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞ സെക്ഷനും ക്ലാസ്സിൽ മര്യാദയ്ക്ക് എടുക്കാൻ പറ്റാത്തതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സമയം വേണമെന്ന് ചോദിച്ചത്. ഓക്കെ, ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വെച്ച് പറയാം. ഇനിയിപ്പോ അല്ല നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് നാളെ പറയാം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാൻ LU ഫാക്ടറൈസേഷൻ പറയാം. സംഭവം കൺസെപ്റ്റ് വളരെ സിമ്പിൾ ആണ്. അതായത് ഒരു മെട്രിക്സ്, ഒരു സ്ക്വയർ മെട്രിക്സിനെ ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയും ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയും കൂടി പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന മെത്തേഡ്, അല്ലെങ്കിൽ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് LU ഫാക്ടറൈസേഷൻ അല്ലെങ്കിൽ LU ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരു സ്ക്വയർ മെട്രിക്സ് എ, അതിനെ ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയും ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയും കൂടി പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് LU ഫാക്ടറൈസേഷൻ. L മീൻസ് ലോവർ, U മീൻസ് അപ്പർ. അത് ട്രയാങ്കുലർ മെട്രിക്സസ് ആണ്. അപ്പൊ ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയും ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയും കൂടെ പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന പ്രൊസീജിയറിന് പറയുന്ന പേരാണ് LU ഫാക്ടറൈസേഷൻ. ഡെഫിനേഷൻ കിട്ടിയോ? ഓക്കെ, അതായത് ഒരു എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞേക്കാണ്. ഒരു മെട്രിക്സ് ഞാൻ ഇവിടെ 1 1 1 3 1 2 1 -1 1. അതിനെ ഞാനിവിടെ ഇങ്ങനെ ഒരു ഇതുണ്ട്, ഈ രണ്ട് മെട്രിക്സിന്റെ കൂടെ പ്രോഡക്റ്റ്, ഞാനിപ്പോ ഇവിടെ പ്രോഡക്റ്റ് ഒന്നും എഴുതി കാണിക്കുന്നൊന്നുമില്ല, ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വേണേൽ എഴുതി കാണിക്കാമായിരുന്നു. ഇങ്ങനെ ഇത് നോക്കിയേ, ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നത് ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. എന്താ ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് വെച്ചാൽ? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഡയഗണൽ എലമെന്റ്സിന്റെ താഴെ, അല്ല സോറി, ഡയഗണൽ എലമെന്റ്സിന്റെ മുകളിലുള്ള എല്ലാ എലമെന്റ്സും 0 ആവണം. താഴെ 0 വരാൻ പാടില്ല എന്ന് ഞാൻ കണ്ടീഷൻ പറഞ്ഞിട്ടില്ല. ഡയഗണൽ എലമെന്റിന്റെ മുകളിലുള്ള എലമെന്റ്സ് എല്ലാം 0 ആണെങ്കിൽ അതിനെ ലോവർ ട്രയാങ്കിൾ എന്നും, ഡയഗണൽ എലമെന്റ്സിന്റെ താഴെയുള്ള എലമെന്റ്സ് ഒക്കെ 0 ആണെങ്കിൽ അതിനെ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്നും വിളിക്കും. അപ്പൊ ഇതൊരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്, ഇതൊരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പൊ ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയും ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയും കൂടി പ്രോഡക്റ്റ് ആയിട്ട് ഇവിടെ ഞാൻ എനെ എഴുതിയേക്കാണ്. ഇങ്ങനെ എഴുതുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് LU ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ LU ഫാക്ടറൈസേഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് ഇങ്ങനെ ഡീകമ്പോസ് ചെയ്യുക അല്ലെങ്കിൽ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ധാരാളം മെത്തേഡുകളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് പറയേണ്ട, നമുക്ക് ഒരു മെത്തേഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇങ്ങനെ എഴുതുമ്പോഴേ പല മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് പറ്റും. ഡയഗണലൈസേഷൻ പോസിബിൾ ആണെങ്കിൽ, ഫാക്ടറൈസേഷൻ പോസിബിൾ ആണെങ്കിൽ. എല്ലായ്പ്പോഴും ഫാക്ടറൈസേഷൻ പോസിബിൾ അല്ല എന്ന് വേറൊരു സിറ്റുവേഷൻ ഉണ്ട്. എനിവേ, ഡീകമ്പോസിഷൻ പോസിബിൾ ആണെങ്കിൽ നമുക്ക് ധാരാളം മെത്തേഡുകളുണ്ട്. അപ്പൊ അതിൽ നമുക്ക് സിലബസിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന മെത്തേഡ് ഡൂളിറ്റ്സ് മെത്തേഡാണ്. ഡൂളിറ്റിൽസ് മെത്തേഡ്, അത് ഈ അമേരിക്കൻ മാത്തമാറ്റീഷ്യന്റെ പേരിൽ നിന്ന് വന്നതാണ്, മൈറിക് H ഡൂളിറ്റിൽ. അപ്പോ പേരൊന്നും നിങ്ങൾ ഓർത്തിരിക്കണമെന്നില്ല. ഡൂളിറ്റിൽസ് മെത്തേഡ് എന്നുള്ളത് ഓർക്കണേ. ഈ മെത്തേഡ് ഇങ്ങനെ പേര് ചോദിച്ചാലും ചോദിച്ചില്ലേലും LU ഫാക്ടറൈസേഷൻ ചോദിച്ചാൽ ഈ ഒരു മെത്തേഡേ ഉള്ളൂ. അപ്പൊ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. അല്ലെങ്കിൽ പിന്നെ പേരൊക്കെ പഠിക്കണമായിരുന്നു. ഡയഗണലൈസേഷൻ മെത്തേഡിന് പറയുന്ന പേര് എന്തെന്നും പറഞ്ഞിട്ട് നമുക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടായിരുന്നപ്പോൾ ചോദിക്കാം. ഇപ്പൊ ചോദിക്കില്ല, 2 മാർക്കാണ് നമ്മുടെ മിനിമം എന്നുള്ളത് കൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, അപ്പോ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. യൂസിംഗ് ഡൂളിറ്റിൽസ് മെത്തേഡ് ഫൈൻഡ് ദി LU ഫാക്ടറൈസേഷൻ ഓഫ് ദ മെട്രിക്സ്. നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് തോന്നുന്നു അല്ലെ? നേരത്തെ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എനിക്ക് തോന്നുന്നു, ഞാൻ നേരത്തെ ഫിസിക്സുകാർക്കും പറഞ്ഞപ്പോൾ ഈ ഡയറക്റ്റ് ഈ മെത്തേഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ മെത്തേഡ് വേണ്ട, നമുക്ക് ഇതിന്റെ ഈസി മെത്തേഡ് ഉണ്ട്, ആ മെത്തേഡ് ചെയ്താൽ മതി. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. LU ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനെ ഒരു ലോവർ ട്രയാങ്കുലർ മെട്രിക്സും ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയും കൂടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതുക എന്ന് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഈ ഡൂളിറ്റിൽസ് മെത്തേഡിന്റെ പ്രത്യേകതയാണ്, ഈ ഡൂളിറ്റിൽസ് മെത്തേഡിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡയഗണൽ എലമെന്റ് ഒക്കെ 1 എന്ന് എടുക്കും. അതാണ് ഡൂളിറ്റിൽസ് മെത്തേഡിന്റെ പ്രത്യേകത. ഓക്കെ, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഈ എലമെന്റ്സ് എല്ലാം കണ്ടുപിടിക്കണം. ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ അപ്പോൾ വളരെ കുറച്ച് എലമെന്റ്സ് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കേണ്ടുള്ളൂ, കാരണം മെയിൻ ഡയഗണൽ എലമെന്റ്സ് ഒക്കെ 1 എന്ന് എടുക്കും.
ഇങ്ങനെ നമ്മൾ എഴുതിയിട്ട് പറഞ്ഞത് ക്ലിയർ ആണല്ലോ. ഡൂളിറ്റിൽസ് മെത്തേഡിൽ മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഈ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ എലമെന്റ്സ് മെയിൻ ഡയഗണൽ എലമെന്റ്സ് 1 എടുക്കുന്നത്. വേറൊരു മെത്തേഡ് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ആവില്ല ചെയ്യുന്നത്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ എലമെന്റ്സ് 1 എടുത്ത് ചെയ്യുന്നതുണ്ട്, പല കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് ഒന്നും പോകണ്ട. അപ്പൊ നമ്മൾ പറയുന്ന മെത്തേഡ് ഇത് മാത്രമാണ് എന്നുള്ളതുകൊണ്ട് വേറെ കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഈ റൈറ്റ് സൈഡിൽ 2 മെട്രിക്സസ് ആയിട്ടാണ് ഇതിന്റെ മെട്രിക്സ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ഞാനത് ഇവിടെ വെറുതെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ അതൊന്നും എഴുതി ഇതാവണ്ട, എഴുതണമൊന്നുമില്ല. എന്നിട്ട് എന്ത് ചെയ്താൽ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻസ് അങ്ങ് സോൾവ് ചെയ്യുക. ഇത് കണ്ടോ, ഇതിന്റെ ദിസ് വൺ, ഈ ലെഫ്റ്റ് സൈഡിലുള്ള മെട്രിക്സ് ഈക്വൽ ടു പ്രോഡക്റ്റ് വരികയാണ്. അപ്പൊ ഇവിടെ നമുക്ക് U11 ഈക്വൽ ടു എന്തെന്ന് ഡയറക്റ്റ് പറയാൻ പറ്റും. ഈ മെട്രിക് ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞ U11 ഈക്വൽ ടു എന്തായിരിക്കും? U11 equal to 1. U12 1, U13യുടെ വാല്യൂ 1 എന്ന് വരും. സംശയം ഉണ്ടോ? ഇല്ല സർ. കാരണം ഇതും കൂടെ കമ്പയർ ചെയ്യുന്നു 1, ഇതും കൂടെ കമ്പയർ ചെയ്യുന്നു അപ്പോഴും 1, അതുപോലെ ഇതും കൂടെ കമ്പയർ ചെയ്യുന്നു അപ്പോഴും 1. അപ്പൊ U11 U12 U13 കിട്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈക്വൽ ടു 3 എന്നുള്ളതിന്റെ അകത്ത് L21ന്റെ വാല്യൂ 3 എന്ന് കിട്ടൂലോ. ഓക്കെ, ആ വാല്യൂ L21ന്റെ വാല്യൂ 3ഉം U12ന്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 3 പ്ലസ് U22 ഈക്വൽ ടു 1 എന്ന് വരും. അപ്പൊ U22ന്റെ വാല്യൂ എത്രയായിരിക്കും? -2. അങ്ങനെ ഇവിടുന്ന് U22 കണ്ടുപിടിക്കാം, ഇവിടുന്ന് U23 കിട്ടും. ഓക്കെ, ഇത് 1 by 1 ആയിട്ട് കൺസിഡർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന വേരിയബിൾസ് എല്ലാം കണ്ടുപിടിക്കാം. ഇത്രേ ഉള്ളൂ സംഭവം. ക്ലിയർ ആണോ? മെത്തേഡ് മനസ്സിലായില്ലേ? സോൾവിംഗ് ദീസ് ഇക്വേഷൻ കൺസിഡറിങ് 1 by 1 we get values. ഇങ്ങനെ ഇത് ചെയ്താൽ മതി. ഇതിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ടുള്ള മെത്തേഡ് നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ഉണ്ട്. നിങ്ങളുടെ ഇഷ്ടമാണ് അത് ചെയ്യണോ ഇത് ചെയ്യണോ എന്നുള്ളത്. ഇത് മെത്തേഡ് ക്ലിയർ ആണ്. ഇതിലും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് ഞാനിവിടെ പറയാണ്. ആ മെത്തേഡ് ഇതാണ്. LU ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട് നമ്മളിവിടെ റോ ട്രാൻസ്ഫോർമേഷൻ ആണ് ഉപയോഗിക്കുന്നത്. റോ ട്രാൻസ്ഫോർമേഷനിൽ വേറെ ഒന്നുമില്ല, ഒരു റോയുടെ കൂടെ വേറൊരു റോയുടെ കോൺസ്റ്റന്റ് മൾട്ടിപ്പിൾ ആഡ് ചെയ്യുന്ന റോ ഓപ്പറേഷൻ ഇല്ലേ? ഒരു റോയുടെ കൂടെ മറ്റൊരു റോയുടെ മൾട്ടിപ്പിൾ ആഡ് ചെയ്യുന്ന ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ മാത്രം എടുക്കുന്നു. എന്നിട്ട് ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. 2 സ്റ്റെപ്പ് മാത്രമേ ഇതിന്റെ അകത്ത് വരുന്നുള്ളൂ LU ഫാക്ടറൈസേഷന് വേണ്ടി. വളരെ ഈസി ആണെന്ന് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. നമ്മൾ തന്നിരിക്കുന്ന മെട്രിക്സ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ മെട്രിക്സിൽ നിന്ന് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ടാക്കിയെടുക്കണം യൂസിങ് റോ അഡീഷൻ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിൽ നിന്ന് ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ടാക്കിയെടുക്കണം യൂസിങ് റോ അഡീഷൻ എന്ന് പറഞ്ഞാൽ that is make the entries below the main diagonal 0. മെയിൻ ഡയഗണൽ എലമെന്റ് താഴെയുള്ള എൻട്രീസ് ഒക്കെ 0 ആക്കാനായിട്ടുള്ള റോ ഓപ്പറേഷൻ ചെയ്യുക. അപ്പൊ വേറെ ഓപ്പറേഷൻ ഒന്നും ചെയ്യില്ല. ഒരു റോയുടെ കൂടെ R2 gives R2 plus 2R1 അല്ലെങ്കിൽ R3 gives R3 minus 5R1, ആ ഓപ്പറേഷൻ ഇല്ല, അത് മാത്രമേ ചെയ്യുള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. ക്ലിയർ ആണല്ലോ? അതിനുശേഷം എന്താണോ നമ്മൾ R1 ചേഞ്ച് വരില്ല, R2 ചേഞ്ചസ് ടു R2 plus 2R1 ആണെങ്കിൽ ആ 2 നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ, 2 ആണ് അവിടെ മൾട്ടിപ്ലയർ വന്നേക്കുന്നത്. ആ 2ന്റെ നെഗറ്റീവ് കൺസിഡർ ചെയ്യുക. ഓക്കെ, R2 gives R2 minus 2R1 എന്നാണെങ്കിൽ മൾട്ടിപ്ലയർ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് 2 ആണ്. ആ 2 നമ്മൾ അവിടെ നിർത്തിയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് സൈന് വരുന്ന നമ്പർ നമ്മുടെ യൂണിറ്റ് മെട്രിക്സിൽ കൃത്യമായ സ്ഥാനത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സും കിട്ടും. ഞാൻ ഇതിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല, ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു 2x2 മെട്രിക്സ് ആണ്. ഇതിന്റെ LU ഫാക്ടറൈസേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് ഞാൻ എഴുതി കാണിക്കുന്നായിരുന്നല്ല ഒരു കാര്യം. ഞാൻ ഈ ക്വസ്റ്റ്യൻ 2 - 8 30 ഞാൻ ചെയ്ത് കാണിക്കാം. 2 - 8 അയ്യോ എന്തായിരുന്നു എൻട്രി വന്നത്? 30 അല്ലെ? 2 - 8 30. ഇതായിരുന്നു നമ്മളുടെ മെട്രിക്സ്. ഓക്കെ, എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? ഇതിനെ എന്താക്കി മാറ്റണമെന്നാ പറഞ്ഞേ?
ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയിട്ട് മാറ്റണം. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആക്കണമെങ്കിൽ എന്താ വേണ്ടേ? ഡയഗണൽ എൻട്രീസ് വന്നേക്കുന്നതിന്റെ താഴെയുള്ള എലമെന്റ്സ് ഒക്കെ 0 ആക്കുക. അപ്പൊ ഇവിടെ ഡയഗണൽ എൻട്രിയുടെ താഴെയുള്ള എലമെന്റ് 0 ആക്കുകയാണെങ്കിൽ ഈ 3നെ മാത്രമേ 0 ആക്കാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. ആ 3നെ 0 ആക്കണമെങ്കിൽ എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത് നിങ്ങളൊന്ന് പറയാമോ? ഈ 3നെ 0 ആക്കണമെങ്കിൽ എന്ത് റോ ഓപ്പറേഷൻ ചെയ്യണം? R2 gives R2 മൈനസ് എന്ത് ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്? ആർക്കെങ്കിലും പറയാമോ? ഇവിടെ 1 ആയിരുന്നു എളുപ്പമായിരുന്നു അല്ലെ? ഈ 2ന്റെ പ്ലേസ് 1 ആയിരുന്നു എളുപ്പമായിരുന്നു. നമുക്ക് എന്ത് ചെയ്താൽ മതിയായിരുന്നു? R2 gives R2 മൈനസ് 3R1 എന്ന് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ചെയ്യാൻ പറ്റൂലേ സർ? നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇവിടെ നമ്മളോട് ഡിവൈഡ് ചെയ്യുന്ന ഓപ്പറേഷനോ ഇന്റർചേഞ്ചിങ്ങോ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാ പറഞ്ഞേക്കുന്നത്. ഒരേ ഒരു ഓപ്പറേഷൻ. അപ്പൊ എന്ത് ചെയ്യണം? ഇത് 1 ആവണമായിരുന്നുവെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ പോരെ? അല്ലേ? 3/2 R1 പറ്റും സർ. Yes. R2 gives R2 minus 3/2 R1. By 2 നമ്മൾ ചെയ്തില്ല, ചെയ്താൽ അവിടെ 1 വരുമായിരുന്നു. അപ്പൊ ഇവിടെ ഇത്രയുള്ള സംഭവം, ഇവിടെയുള്ള എലമെന്റ് ഏതോ അത് വെച്ച് ഡിവൈഡ് ചെയ്ത് ഇതിൽ നിന്ന് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല, 2 മൈനസ് 8. സെക്കൻഡ് റോയുടെ ചേഞ്ച് പറഞ്ഞേക്കുന്നത് സെക്കൻഡ് റോയിൽ നിന്ന്, ദാറ്റ് മീൻസ് 3 0 ആണ് സെക്കൻഡ് റോ. ഫസ്റ്റ് റോയിനെ 3/2 R1, ഫസ്റ്റ് റോയിനെ 3/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇതിനെ 2നെ 3/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 2 × 3/2 എന്താ പറയണേ? 3. മൈനസ് 8നെ 3/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? -12. ഇനി സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇത് 0 12. അപ്പൊ ഇവിടെ എന്ത് വരും? 0 12. ഈ എഴുതി മനസ്സിലായോ? ഇത് ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഇതിനെ 1 ആക്കാതെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇതിങ്ങനെ ഓർത്താൽ മതി. R2 മൈനസ് ഇവിടെയുള്ള എലമെന്റ് വെച്ച് ഡിവൈഡ് ചെയ്യണം. സോറി, ഈ എലമെന്റ് വെച്ച് ഡിവൈഡ് ചെയ്യണം. ഈ എലമെന്റ് വെച്ച് ഡിവൈഡ് ചെയ്യണം, ഇത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അത്ര ഓർത്താൽ മതി. ഓക്കെ, ഇനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, കൺസിഡർ ഇവിടെ നമുക്ക് യൂണിറ്റ് മെട്രിക്സ് I ഏത് ഓർഡറിലുള്ള എടുക്കണ്ടേ? 1 0 0 1 ആണ്. ഇംപ്ലൈസ് ഐഡന്റിറ്റി മെട്രിക്സിനെ മാറ്റണം. നമ്മൾ ഇവിടെ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ നമ്മൾ ചെയ്തേ? 3/2 ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത് അല്ലേ? ഈ പൊസിഷനിലെ എലമെന്റിനെ 0 ആക്കാനായിട്ട് -3/2 ഫസ്റ്റ് സെക്കൻഡ് റോയുടെ ഒപ്പം -3/2 ടൈംസ് ഫസ്റ്റ് റോ ആഡ് ചെയ്യാണ് ചെയ്തത്. ഇവിടെ -3/2 വന്നേക്കുന്നതുകൊണ്ട് 3/2നെ റെക്കോർഡ് ചെയ്യണം. പറഞ്ഞു മനസ്സിലായോ? ഈ ഒരു ഓപ്പറേഷൻ മാത്രമാണ് ചെയ്തേക്കുന്നത്. -3/2 എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മൾട്ടിപ്ലയർ ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ -3/2ന്റെ ഓപ്പോസിറ്റ് സൈൻ അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ 3/2 റെക്കോർഡ് ചെയ്യണം. ഏത് പൊസിഷനിലാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ എലമെന്റിനെ 0 ആക്കാനാണ് ചെയ്തത്. അപ്പൊ അവിടെ 3/2 കൊടുക്കും. യൂണിറ്റ് മെട്രിക്സിലെ ബാക്കി എൻട്രീസ് ഒക്കെ അങ്ങനെ തന്നെ എഴുതുക. ഇതായിരിക്കും ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്, ഇതായിരിക്കും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. Okay, therefore this implies the LU factorization is A എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരുന്ന മെട്രിക്സ് 2 -8 0 സോറി 3 0 ആയിരുന്നു, ഈക്വൽ ടു L. ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് വന്നത് 1 0 3/2 1 ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് കിട്ടിയത് 2 -8 0 12 1. ഇത് മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞത്? ഇത് മനസ്സിലായെങ്കിൽ വേറെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്യാം.
ടു മൈനസ് 8 അല്ലേ സർ? ഞാൻ 18 എഴുതുക, ജസ്റ്റ് ഓക്കെ. 2 മൈനസ് 8 0 12. ഓക്കെ, ഞാൻ ഈ ഒരു ക്വസ്റ്റിനും കൂടെ ഒന്ന് പറയാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മാറിക്കോളും. ഇത് ഇങ്ങനെ പറയുന്നതാണോ ഡയറക്റ്റ് ഡെഫിനേഷൻ ഉപയോഗിച്ച് പറയുന്നതാണോ എളുപ്പം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളുക. ഞാൻ പറയുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ ഈക്വൽ ടു -1 2 minus 4 2 minus 5 10 3 1 6. ഓക്കെ, ഈ മെട്രിക്സിന്റെ LU ഫാക്ടറൈസേഷൻ എഴുതണം. ഇത് തന്നെയാണ് ഞാൻ ഇവിടെ എന്താ പറയുക, ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ഇത്. പക്ഷെ ഇത് ചെയ്ത് കാണിച്ചാലേ ശരിയാവുള്ളൂ. ഓക്കെ, ഞാനിപ്പോ അതിവിടെ ചെയ്യാം. നോക്കിക്കേ, നമുക്ക് വേണ്ട കാര്യം എന്തായിരുന്നു? ദിസ് വൺ, ഇതിന്റെ LU ഫാക്ടറൈസേഷൻ ആണ് വേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട മെട്രിക്സ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ടാക്കിയെടുക്കണം. ഏത് ഓപ്പറേഷൻ ഒക്കെ ചെയ്യണ്ടേ? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഈ രണ്ട് എലമെന്റ്സിനെ ആദ്യം 0 ആക്കണം. എന്താ ഓപ്പറേഷൻ വേണ്ട നിങ്ങൾ പറഞ്ഞേ? R2 gives R2 plus 2R1 ആണോ? R3 plus 3R1 ശരിയല്ലേ? അപ്പൊ ഫസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഇല്ല. -1 2 -4. ഇവിടെ എന്താവും എലമെന്റ്? 0 -1 2. ശരിയാണോ? ഫസ്റ്റ് റോയിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം സെക്കൻഡ് റോയുടെ കൂടെ ആഡ് ചെയ്യുന്നു. അടുത്ത് ഫസ്റ്റ് റോയിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് തേർഡ് റോയുടെ കൂടെ ആഡ് ചെയ്യും. 0 7 -6. ശരിയല്ലേ? എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇനി അടുത്ത് എന്താ ചെയ്യണ്ടേ? ഇനി എന്താ ചെയ്യണ്ടേ? കഴിഞ്ഞോ? ഇത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആയോ? 1നെ 0 ആക്കണം. വേണ്ട, 1നെ അല്ല 0 ആക്കേണ്ടത്. 7നെ 0 ആക്കണം. 1 അല്ലല്ലോ, നമ്മളിപ്പോ പുതിയ മെട്രിക്സിൽ എത്തിയില്ലേ. എന്താ ഓപ്പറേഷൻ വേണ്ടേ? R3 gives R3 plus 7 times R2. ഇനി നമുക്ക് ഇതല്ലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് റോയിന് ഇനി ഉപയോഗിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്തായിരിക്കും വരുന്നേ? -1 2 -4 0 -1 2 0 0 7 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 14 ആവും. 14 - 6 8. ഇതായിരിക്കും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. ഓക്കെ, ഇനി ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൺസിഡർ I3 ആണ് നമ്മൾ എടുക്കേണ്ടത്. 1 0 0 0 1 0 0 0 1. ഇതിൽ നിന്ന് ആദ്യം നമ്മൾ ചെയ്ത എന്തൊക്കെ കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്ന് നോക്കിയേ. റെക്കോർഡ് ഏത് നമ്പറിനെ ആദ്യം റെക്കോർഡ് ചെയ്യണ്ടേ? R2 gives R2 plus 2R1. അപ്പം മൾട്ടിപ്ലയർ വന്നേക്കുന്ന നമ്പർ ഏതാ? 2 ആണ്. അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ -2നെ റെക്കോർഡ് ചെയ്യണം. പിന്നെ ഏതിനെ റെക്കോർഡ് ചെയ്യണ്ടേ? അടുത്ത ഏതാ റെക്കോർഡ് ചെയ്യണ്ടേ? -3നെ റെക്കോർഡ് ചെയ്യണം. ഏത് പൊസിഷനിലാണ് റെക്കോർഡ് ചെയ്യണ്ടേ? -2 എന്ന് പറയുന്നത് ഈ പൊസിഷനിലെ എലമെന്റിനെ 0 ആക്കാനായിരുന്നു അല്ലെ? ഇത് -3 എന്ന് പറയുമ്പോൾ ഈ പൊസിഷനിലെ എലമെന്റിനെ 0 ആക്കാനായിരുന്നു. അപ്പൊ ആ രണ്ട് പൊസിഷനിലും റെക്കോർഡ് ചെയ്യണം.
എന്ന് പറയുമ്പോൾ ഐഡന്റിറ്റി മെട്രിക്സ് എടുത്തു 1 0 0. ഈ പൊസിഷനിൽ ആരെ കൊടുക്കണം? -2 1 0. പിന്നെ ഇവിടെയോ ഇത്രയും എഴുതി മനസ്സിലായോ? -2നെയും -3നെയും റെക്കോർഡ് ചെയ്തത് മനസ്സിലായോ? സാർ അത് മനസ്സിലായില്ല. ആ സംഭവം എന്താന്ന് മനസ്സിലായില്ല. -3 -2 -3 ആയത് മാത്രം മനസ്സിലായില്ല. അതുവരെ മനസ്സിലായി. -2 നമ്മളിവിടെ ഈ 2 എന്ന് പറയുന്ന എയിലെ ഫസ്റ്റ് കോളത്തിലെ -1ന്റെ താഴെയുള്ള അല്ലെങ്കിൽ ഡയഗണലിന് താഴെയുള്ള ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സിനെ 0 ആക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, അപ്പൊ ഈ 2 എന്ന് പറയുന്ന എലമെന്റിനെ 0 ആക്കാനായിട്ട് നമ്മൾ എന്തോ ഓപ്പറേഷനാ ചെയ്തേ? R2 gives R2 plus 2R1. ശരിയല്ലേ? സാർ ആദ്യത്തെ മനസ്സിലായി. ആ മൈനസ് റെക്കോർഡ് ചെയ്യുന്നത് മാത്രം മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന മൾട്ടിപ്ലയർ 2 ആണ്. അടുത്തത് ഈ 3നെ 0 ആക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മൾട്ടിപ്ലയർ ഏതാണ്? 3 ആണ്. ഏത് മൾട്ടിപ്ലയർ ആണോ ഉപയോഗിച്ചത് അതിന്റെ ഓപ്പോസിറ്റ് സൈനിലുള്ള നമ്പറിനെയാണ് നമ്മൾ ആ പൊസിഷനിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇപ്പൊ മനസ്സിലായി. 2 -3നെ നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി ഏത് നമ്പറിനെയും കൂടെ റെക്കോർഡ് ചെയ്യാനുണ്ട്? -7നെ. അതിനെ എവിടെ റെക്കോർഡ് ചെയ്യണ്ടേ? 0. This implies റെക്കോർഡ് ഇനി റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളത് -7 ആണ് അല്ലെ? കാരണം നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരുന്ന മൾട്ടിപ്ലയർ 7 ആണ്. സോ -7നെ റെക്കോർഡ് ചെയ്യണം. ഏത് പൊസിഷനിലാ? ഇവിടെ. അപ്പൊ എങ്ങനെ വരും? 1 0 0 -2 1 0 -3 -7 1. ഇതായിരിക്കും ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. Thus the LU factorization is എന്തായിരിക്കും? A equal to ഇത് അപ്പർ ട്രയാങ്കുലർ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആദ്യം എഴുതുക. LU factorization A equal to നമുക്ക് തന്നിരുന്ന മെട്രിക്സ് A എന്ന് പറയുന്നത് -2 2 4 2 -4 2 -5 10 3 1 6 ആയിരുന്നു. Equal to this the LU factorization. A equal to lower triangular matrix കിട്ടിയത് 1 0 0 -2 1 0 -3 -7 1 into upper triangular matrix കിട്ടിയിരിക്കുന്നത് ഇത്. അപ്പോ -2 2 -4 -2 2 -4 സോറി -2 അല്ല -1 അല്ലായിരുന്നു. -1 സോറി -2 അല്ല -1 -1 2 -4 സെക്കൻഡ് റോ ഉള്ളത് 0 -1 2 0 -1 2 0 0 8. മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ, സോ LU ഫാക്ടറൈസേഷൻ ഞാൻ ആ ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ ഇങ്ങനെ എഴുതി നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് നിങ്ങൾക്ക് അത് ചെയ്ത് കാണിച്ചാലേ മനസ്സിലാവുള്ളൂ. പറയുന്നതിലും നല്ല ചെയ്ത് കാണിക്കുന്നതാണ്. ഞാൻ സമയം സേവ് ചെയ്യാനായിട്ടാണ് ഞാൻ എഴുതി വെച്ചിരുന്നത്. പക്ഷെ ഇങ്ങനെ പറയുന്നതിലും ചെയ്ത് കാണിക്കുന്നതാണ് കുറച്ചും കൂടെ ക്ലിയർ ആവുന്നത്. ഇപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് പറഞ്ഞേക്കുന്നത് എല്ലാ മെട്രിക്സിനെയും നമുക്ക് LU ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 0 2 1 1 എന്ന് പറയുന്ന മെട്രിക്സിന് LU ഫാക്ടറൈസേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം നമുക്കിതിനെ നിങ്ങൾ ഇത് അങ്ങനെ പറ്റില്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ഡെഫിനേഷനിലേക്ക് പോയാൽ മതി. എന്താ ചെയ്യണ്ടേ? ഇത് ഈക്വൽ ടു 0 0 2 1 1 ഈക്വൽ ടു ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് വരുമ്പോൾ 1 0 L21 1 ഇൻറ്റു ഇതോ U11 U12 0 U22. ഓക്കെ, ഇതിനെ നിങ്ങളൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് റൈറ്റ് സൈഡ് മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേറ്റ് ചെയ്തിട്ട്
ഈ L21ന്റെയും U11ന്റെയും U12ന്റെയും U22ന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. പറ്റില്ല, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല, സൊല്യൂഷൻ ഇല്ല എന്ന് കിട്ടും. അതുകൊണ്ട് ഇതിന് എന്തില്ല നമ്മൾ കൺക്ലൂഷൻ കൊടുക്കേണ്ടി വരും. LU ഫാക്ടറൈസേഷൻ പോസിബിൾ അല്ല എന്ന് കൺക്ലൂഷൻ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. എല്ലാ മെട്രിക്സിനും LU ഫാക്ടറൈസേഷൻ എഴുതാൻ പറ്റണമെന്ന് നിർബന്ധം ഇല്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ LU ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, അടുത്തതിലേക്ക് പൊക്കോട്ടെ. അപ്പൊ ഇനിയിപ്പോ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് LU ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാനായിട്ടുള്ളതാണ് ഞാൻ പറയുന്നത്. അതിന് ഇത്രയേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. നമുക്ക് ഇതിനെ AX ഇതുണ്ടോ, സോൾവ് ദിസ് വൺ യൂസിങ് LU ഫാക്ടറൈസേഷൻ. LU ഫാക്ടറൈസേഷൻ ഇതാണ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഇതിനെ സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചേക്കുന്ന മെത്തേഡ് തന്നെ മതി. LU ഫാക്ടറൈസേഷൻ ഇത് ഉപയോഗിച്ച് ഇതിനെ സോൾവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ? ഓക്കെ, അപ്പോ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഇതിനെ AX = B ഫോമിൽ എഴുതുക. അപ്പൊ A ഏതായിരിക്കും വരണേ? 1 1 1 3 1 2 1 - 1 1, X എന്ന് പറയുന്നത് X1 X2 X3, B എന്ന് പറയുന്നത് 0 1 4. ഇതിനകത്ത് സംശയമില്ല, നമ്മൾ സാധാരണ as usual എഴുതുന്നത് തന്നെയാണ്. ഓക്കെ, അടുത്തത് ചെയ്യുന്നത് എയുടെ LU ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കാം. A എന്ന് പറയുന്ന മെട്രിക്സിന്റെ LU ഫാക്ടറൈസേഷൻ. അപ്പൊ ഇത് ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ LU ഫാക്ടറൈസേഷൻ എഴുതണമെങ്കിൽ ഈ 3 ഈ പൊസിഷനിലെ എലമെന്റിനെ 0 ആക്കണം. അപ്പൊ എന്തായിരിക്കും വേണ്ടേ? R2 gives R2 - 3R1. പിന്നെ ഈ 1നെ 0 ആക്കണം. അപ്പൊ R3 gives R3 - R1. സംശയമില്ലല്ലോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ മെട്രിക്സ് കിട്ടി. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇതിനെ 0 ആക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? R3 gives R3 - R2 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 3 നമ്പേഴ്സിനെ റെക്കോർഡ് ചെയ്യണം. ഏതൊക്കെയാ? ഒരു 3നെ റെക്കോർഡ് ചെയ്യണം, ഒരു 1നെ റെക്കോർഡ് ചെയ്യണം, പിന്നെയും ഒരു 1നെ റെക്കോർഡ് ചെയ്യണം. ആ പൊസിഷൻസ് ഞാൻ റെക്കോർഡ് ചെയ്തേക്കുന്നു. ആദ്യം 3നെ റെക്കോർഡ് ചെയ്തു, R3 - 3R1 D3നെ. പിന്നെ ഇവിടെ -1 ആണ് ഉള്ളത്, അപ്പൊ 1നെ റെക്കോർഡ് ചെയ്യണം. അത് 2 ഞാൻ റെക്കോർഡ് ചെയ്തു, 3ഉം 1ഉം ഇവിടെ റെക്കോർഡ് ചെയ്തു. പിന്നെ ഉപയോഗിച്ചേക്കുന്നത് ഇവിടെയുള്ള ഈ 1നെ റെക്കോർഡ് ചെയ്യണം. അത് ഏത് പൊസിഷനാന്ന് നോക്കി അതും റെക്കോർഡ് ചെയ്തു. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടി. അത് പ്രകാരം LU ഫാക്ടറൈസേഷൻ ഞാൻ മെട്രിക്സ് എയുടെ എഴുതി. ഇത്രയും കാര്യം സംശയമില്ലല്ലോ? ഈ എഴുതിയേക്കുന്നത് ക്ലിയർ അല്ലേ? ഇനി ചെയ്യേണ്ടത് AX = B എന്നുള്ള നമ്മുടെ സിസ്റ്റത്തില് എക്ക് പകരം ഈ മെട്രിക്സ് ഈ പ്രോഡക്റ്റ് കൊടുക്കുക. ക്ലിയർ ആണോ? AX = B യിൽ എക്ക് പകരം ഇതിനെ റീപ്ലേസ് ചെയ്തു. അങ്ങനെ ഞാൻ ഇവിടെ എഴുതി. X ഇത് B ആണ്, ഇത് X ആണ്, ഇത് B ആണ്. ഇതിനെ L × U, എക്ക് പകരം L × U എന്ന് ഞാൻ കൊടുത്തു. സംശയമില്ലല്ലോ? എന്താ എഴുതിയേക്കുന്നത് മനസ്സിലായല്ലോ? അടുത്തത് ചെയ്യേണ്ടത് UX = ഒരു Y എന്ന് കൊടുക്കണം. UX = Y എന്ന് പറഞ്ഞാൽ ഇതാണ് U, ഇതാണ് X, ഇത് = Y എന്ന് കൊടുക്കണം. ഞാനത് അതേപടി ഇങ്ങനെ എഴുതിയേക്കുന്നതാണ്. ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഇതിന് പകരം ഒരു Y കൊടുക്കുക. ഈ സ്റ്റെപ്പ് ഇവിടെ എഴുതണമെന്നില്ല കേട്ടോ. UX = Y. സ്റ്റെപ്സ് കുറയ്ക്കാൻ വേണ്ടിയാണ്. UX = Y എന്ന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ Y മീൻസ് Y എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് Y1 Y2 Y3 ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഞാൻ ഈ എഴുതിയേക്കുന്ന ഇക്വേഷൻ്റെ അകത്ത് ഈ ഇത്രയും ഇതിന് പകരം എന്ത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും? ഇതിന് പകരം Y1 Y2 Y3 എന്ന് കൊടുക്കാം. ട്രയാങ്കുലർ മെട്രിക്സ് ഇതുണ്ട്, ഇതിന് പകരം Y1 Y2 Y3 എന്ന് കൊടുത്തു ഈക്വൽ ടു. അപ്പൊ അത് ഈ എഴുതുന്നത് മനസ്സിലായോ? UX-ന് പകരം Y എന്ന് കൊടുത്താൽ എന്തൊക്കെ ബാക്കി നിൽക്കുന്നത്? ഈ മെട്രിക്സ് ബാക്കി നിൽക്കും. പിന്നെ ഇതിന് പകരം Y വരും. Y മീൻസ് Y1 Y2 Y3 വരും. പിന്നെ ഇതും നിൽക്കും. അതാണ് ഞാൻ ഈ താഴെ എഴുതിയിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ പറയണേ? Y1 3 Y1 + Y2 Y1 + Y2 + Y3 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് വരും? 0 1 0. ഇതൊക്കെ ആണല്ലോ.
ആ സർ മനസ്സിലായി. ഇവിടെ ഇനി എന്ത് ചെയ്യണം? y1 ഈക്വൽ ടു എന്തെടുക്കാം? ഇത് ഈക്വൽ ആണ്. അപ്പൊ y1 ഈക്വൽ ടു 0. ഓക്കെ, 3y1 പ്ലസ് y2 ഈക്വൽ ടു 1. അവിടെ y1 0 എന്നുള്ളത് കൊടുത്താൽ y2ന്റെ വാല്യൂ 1. y1 പ്ലസ് y2 പ്ലസ് y3 ഈക്വൽ ടു 4. അതിന്റെ അകത്ത് y1 ഉം y2 നും വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ y3യുടെ വാല്യൂ എന്ത് വരും? -3. 3 പ്ലസ് 3 അല്ലേ? +3. ഓക്കെ, അപ്പൊ y1 y2 y3 ഈക്വൽ ടു എന്ത് നമുക്ക് കിട്ടി? 0 1 3 എന്ന് കിട്ടി. ഇത്രയും മനസ്സിലായോ? ആ സർ മനസ്സിലായി. ഇനി ചെയ്യേണ്ടത് ux ഇസ് ഈക്വൽ ടു ആയിരുന്നു നമ്മൾ y കൊടുത്തത് അല്ലെ? ഇംപ്ലൈസ് ux u എന്തായിരുന്നു നോക്കാം. ഇതാ u. ഇതിനെയായിരുന്നു നമ്മൾ എന്തെന്ന് കൊടുത്തേ? y കൊടുത്തത്. y യുടെ വാല്യൂ നമുക്ക് കിട്ടിയേക്കുന്നത് എന്തായിരുന്നു? 0 1 3 ആണ്. അപ്പൊ ഇത് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കൊടുക്കാം? ക്ലിയർ ആണല്ലോ? ആ സർ ഇനി എന്ത് ചെയ്യണം? ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ പറയണേ? എക്സ്പാൻഡ് ചെയ്യുമ്പോ x1 പ്ലസ് x2 പ്ലസ് x3 ഈക്വൽ ടു 0. പിന്നെ -2x2 മൈനസ് x3 ഈക്വൽ ടു 1. x3 ഈക്വൽ ടു 3. x3യുടെ വാല്യൂ 3 എന്നുള്ളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്തായിരിക്കും വരിക? -2x2 minus 3 equal to 1 implies -2x2 equal to 4 implies x2 equal to -2. Okay, അത് x2ന്റെയും x3യുടെയും വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പൊ എന്താ വരണേ? x1 minus 2 plus 3 equal to 0 implies x1 equal to എന്ത് വരും? അപ്പൊ ഇവിടെ സൊല്യൂഷൻ എന്താ? equal to -2, x3 equal to 3. Thus the solution is x1 in the value -1, x2 equal to -2, x3 equal to 3. മനസ്സിലായോ? മനസ്സിലായോ? Okay, sir. സർ അപ്പൊ ഇത് എളുപ്പമല്ലേ? ഓക്കെ, അടുത്ത കൺസെപ്റ്റ് പറഞ്ഞോട്ടെ. ഒരു ചെറിയ കൺസെപ്റ്റും കൂടെ ഉള്ളേ, വളരെ ഈസി ആയിട്ടുള്ളത്. Okay, sir. 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഇത് ക്ലിയർ ആണോ? ഫാക്ടറൈസേഷൻ ഉപയോഗിച്ച് അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഇവാലുവേഷൻ ഓഫ് ഡിറ്റർമിനൻസ് യൂസിങ് LU ഫാക്ടറൈസേഷൻ. LU ഫാക്ടറൈസേഷൻ. അതായത് നമുക്ക് തന്നേക്കുന്ന മെട്രിക്സ്, ഇപ്പൊ ഞാൻ LU ഫാക്ടറൈസേഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഒന്നും നിങ്ങളോട് പറയുന്നില്ല. ഞാൻ ഇവിടെ ഒരു മെട്രിക്സ് എഴുതുകയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ LU ഫാക്ടറൈസേഷൻ എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ. ലെറ്റ് A ഈക്വൽ ടു -1 2 -4 2 -5 10. അത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. 3 1 6 ഈക്വൽ ടു ഇതിന്റെ LU ഫാക്ടറൈസേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. 1 0 0 -2 1 0 -3 -7 1 into
-1, 2 - 4, 0 - 1, 2, 0, 0, 8. Is an LU factorization of A. അങ്ങനെയാണെങ്കിൽ then determinant of A എന്ന് പറയുന്നത് determinant of L into determinant of U ആയിരിക്കും. ഓക്കെ, determinant of L into determinant of U. ഇനി നോക്കിയേ, L എന്ന് പറയുന്നത് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. നമ്മൾ ഈ എഴുതിയേക്കുന്ന ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്, ഒരു ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡയഗണൽ എൻട്രീസിന്റെ ഡയഗണൽ എൻട്രീസിന്റെ പ്രോഡക്റ്റ് എടുത്താൽ മതി. പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എൻട്രീസ്. ഇവിടെയും അതുപോലെ തന്നെ പ്രോഡക്റ്റ് ഓഫ് ഡയഗണൽ എൻട്രീസ്. ഓക്കെ, ഇനി ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് നമ്മൾ ഉണ്ടാക്കി എടുത്തേക്കുന്ന അതിന്റെ ഡയഗണൽ എൻട്രീസ് ഒക്കെ 1 ആയിട്ട് എടുത്തിട്ടാണ്. അപ്പൊ പിന്നെ ഡിറ്റർമിനന്റ് ഓഫ് L എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ അല്ല, ഇതിന്റെ ഡയഗണൽ എൻട്രീസ് നമ്മൾ അങ്ങനെ നമ്മുടെ മെത്തേഡ്, ഡൂഡിറ്റ്സ് മെത്തേഡ് അങ്ങനെയാണ്. അപ്പൊ അതിന്റെ ഡയഗണൽ എൻട്രീസിന്റെ പ്രോഡക്റ്റ് 1 ആണ്. ഇവിടെ ഡയഗണൽ എൻട്രീസിന്റെ പ്രോഡക്റ്റ് എന്താന്ന് നോക്കിയാൽ -1 into -1 into -1 into 8. അപ്പൊ എന്ത് വരും? വാല്യൂ ഇത് എളുപ്പമല്ലേ? അപ്പൊ ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഇത് നമുക്ക് LU ഫാക്ടറൈസേഷൻ തന്നിട്ടുള്ളതുകൊണ്ടാണ് ഇത്ര എളുപ്പമായത്. അല്ല പിന്നെ LU ഫാക്ടറൈസേഷൻ കണ്ടുപിടിച്ചിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കേണ്ടി വരും. അതത്ര എളുപ്പമല്ല. കാരണം LU ഫാക്ടറൈസേഷൻ ചെയ്യണമെങ്കിൽ അത്യാവശ്യം ഉണ്ട് ചെയ്യാനായിട്ട്. സംഭവം മനസ്സിലായല്ലോ? LU ഫാക്ടറൈസേഷൻ എളുപ്പമല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആയി സാർ. ഫാക്ടറൈസേഷൻ ഒക്കെ വല്ല എസ്ഐ ക്വസ്റ്റിനും കിട്ടുകയായിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം സിലബസിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് വരുന്നതാണ്. അപ്പൊ അത് നമ്മൾ സാധാരണ പഠിക്കില്ലാത്തതായതുകൊണ്ട് ഞാൻ അവിടെ ഡീപ്പായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കിയിട്ട്, ഞാൻ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ ബാങ്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ കിട്ടുമോ എന്നുള്ളത് നോക്കുക, ചോദിക്കുക. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് തന്നേക്കുന്നത്, ഇന്നലെ ഇപ്പോൾ ഒരാൾ അതിൽ ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഉള്ളത് ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പൊ അതുപോലെ എന്തെങ്കിലും മിസ്റ്റേക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കുക. ക്വസ്റ്റ്യൻ ബാങ്കിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും വേറെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ.